ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ പല ജോബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ജോലിയായാലും കേരള ഗവൺമെൻറ് ജോലിയായാലും നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും. ഇപ്പോൾ സപ്പോസ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ വിചാരിക്കുക, അത് നമ്മൾ കുറച്ച് ഹയർ ക്വാളിഫിക്കേഷൻ വേണം, അതിനുവേണ്ടി സെപ്പറേറ്റ് കോഴ്സ് വല്ലതും കാണും. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ ഇതിലേക്ക് പഠിക്കാനായിട്ടും ഇറങ്ങില്ല, ഈ ഒരു ജോലിയെക്കുറിച്ചും കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറും ഡിഗ്രി മാത്രം മതി നിങ്ങൾക്ക് എന്താകാം, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആകാം. അതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് വരുന്നത്? ഏജ് ലിമിറ്റ് വരുന്നത് 18-30 വയസ്സാണ് വരുന്നത്. അപ്പോൾ 18നും 30നും ഇടയിലുള്ള ഏതൊരാൾക്കും എന്താകാം, ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താകാം, ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ ആകാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഹൂ ഈസ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. പോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് പോസ്റ്റ് അണ്ടർ CBDT. CBDT എന്ന് പറയുന്നത് എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ കീഴിൽ വരുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ടഡ് ത്രൂ SSC CGL എക്സാമിനേഷൻ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, SSC CGL എക്സാമിനേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ചെയ്യുക. അത് കൂടാണ്ട് നമുക്ക് ഇൻകം ടാക്സിലേക്ക് നമുക്ക് കയറാൻ വേറെ കുറേ വഴികളുണ്ട്. നമുക്ക് ജസ്റ്റ് അടുത്ത സ്ലൈഡിൽ പറയാം. ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഓഫീസ് എ ബാലൻസ്ഡ് മിക്സ് ഓഫ് വർക്ക് ആണ്. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഫോർ കീ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. അപ്പം ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആകണം കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ടൊക്കെ തോന്നും, നല്ലൊരു ഗുമ്മുണ്ട്, പേര് തന്നെ കേൾക്കുമ്പോൾ ഒരു നല്ല സുഖമുണ്ടെന്ന് തോന്നും. പക്ഷെ ഇതിലേക്ക് എനിക്കൊരു ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ, ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തും എന്നാരും ചിന്തിച്ച് വിഷമിക്കേണ്ട. അപ്പം നമ്മളെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആകണം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആകാനായിട്ട് സാധിക്കും. അപ്പം അതിൽ എത്തിപ്പെടാൻ കുറച്ച് മാർഗങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് SSC CGL വഴിയിട്ടാണ്. ഓക്കെ, CGL എന്ന് പറയുന്നത് നമ്മൾ SSC CGL അത് നമ്മൾ ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് വരും, അതാണ് ഹയസ്റ്റ് പോസ്റ്റ് വരുന്നത്. ദെൻ ടാക്സ് അസിസ്റ്റന്റ് വരും, സീനിയർ ടാക്സ് അസിസ്റ്റന്റ് വരും. അപ്പോൾ ഈ ടാക്സ് അസിസ്റ്റന്റ് ഒക്കെ ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആകാൻ പറ്റുള്ളൂ. നമുക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ CGL വഴിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മാർക്ക് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, അതിൽ ഏത് പോസ്റ്റിലേക്കാണെന്ന് വെച്ചാൽ സെലക്ഷൻ കിട്ടുന്നത്. CHS വഴിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലേക്ക് നമുക്ക് ക്ലർക്കായിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. MTS വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഡെപ്യൂട്ടേഷൻ വഴിയും പിന്നെ UPSC, നമ്മളൊരു സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ UPSC ക്ലിയർ ചെയ്തിട്ട് IRS ഇന്ത്യൻ റവന്യൂ സർവീസ് ചൂസ് ചെയ്താൽ ഇൻകം ടാക്സിൽ എന്താവും, അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യപ്പെടും, റിക്രൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ. ഇനി ഇതിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. എലിജിബിലിറ്റി പറയുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ എന്താണ് ഇതിൽ വലിയ പഠിത്തം, നമുക്ക് അങ്ങോട്ടേക്കുള്ള ഒരുപാട് വലിയ പഠിത്തമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിഗ്രി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ജനറൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-30. ഇതിൽ തന്നെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC കാറ്റഗറിക്ക് +3 ഇയർ റിലാക്സേഷനും SC ST കാറ്റഗറിക്ക് +5 ഇയർ ഏജ് റിലാക്സേഷനുമാണ് വരുന്നത്. ദെൻ ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് പറയുന്നത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഉണ്ടായിരിക്കണം, 18-30 വയസ്സായിരിക്കണം. അതിൽ തന്നെ ഏജ് റിലാക്സേഷൻ കാറ്റഗറി അനുസരിച്ച് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിലെ സാലറി, നമ്മളൊരു ജോലിയുടെ ഹൈലൈറ്റ് തന്നെ അതിൻ്റെ സാലറിയാണ്. അപ്പോൾ മോസ്റ്റ് റെപ്യൂട്ടഡ് ജോലി എന്ന് പറയുമ്പോൾ അതിൽ എത്രയായിരിക്കും സാലറി വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 7th പേ സ്കെയിൽ കമ്മീഷനാണ്. അപ്പോൾ നമ്മുടെ SSCയിൽ തന്നെ ഹയസ്റ്റ് പേ സ്കെയിലാണ്, CGL പോസ്റ്റിലെ ഹയസ്റ്റ് പേ സ്കെയിലാണ് 7th പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ.
ബേസിക് പേ തന്നെ വരുന്നത് എത്രയാണ് വരുന്നത്? 44,900, 44,900 ആണ് പെർ മന്ത്. ബേസിക് പേ ആണ് വരുന്നത്. ഇതിന്റെ കൂടെ അലവൻസ് എല്ലാം ചേർത്ത് നമ്മുടെ കയ്യിൽ ഇൻ ഹാൻഡ് എങ്ങനെ പോയാലും 65,000 to 75,000 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമ്മൾ സിറ്റി അനുസരിച്ചും ഏരിയ അനുസരിച്ചും അതിന്റെ സാലറിയിൽ മാറ്റം വരും. എന്തായാലും 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റും 70,000 പ്ലസ് എന്ത് ചെയ്യും നമ്മളെ കയ്യിൽ ഒരു മാസം കിട്ടും. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. അത്യാവശ്യം നല്ലപോലെ സാലറി നമുക്ക് എന്ത് ഏൺ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി ഇതിലെ എക്സാമിനേഷൻ നടത്തിയിട്ടാണ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിലെ 2 ടയർ എക്സാമിനേഷൻ ആണ് വരുന്നത്. ടയർ 1 വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ടയർ 1 വരുന്നത് ഫസ്റ്റ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വരുന്നത് 25 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്, 2 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക് 60 മിനിറ്റ്സ്, 1 മണിക്കൂറാണ് ടോട്ടലായിട്ട് വരുന്നത്. ടോട്ടൽ 1 അവർ ആണ് കിട്ടുന്നത്. അത് സെക്ഷൻ ടൈമിംഗ് ഒന്നും വരുന്നില്ല. ഓക്കെ, ടയർ 2 വരുന്ന സമയത്ത് മാത്തമെറ്റിക്കൽ എബിലിറ്റി മൊഡ്യൂൾ 1, 2 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ മാത്തമെറ്റിക്കൽ എബിലിറ്റി വരുന്നത് 30 ക്വസ്റ്റ്യൻ 90 മാർക്കാണ്. 23% ആണ് വെയിറ്റേജ് വരുന്നത്. 1 അവർ ആണ്. ജനറൽ റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് വരുന്നത് 30 ക്വസ്റ്റ്യൻ 90 മാർക്കാണ്. 23% ആണ് വെയിറ്റേജ് വരുന്നത്. Then English language and comprehension 45 question 135 marks ആണ്. 35% ആണ് വെയിറ്റേജ് വരുന്നത്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 75 മാർക്ക് 90% വെയിറ്റേജും. കമ്പ്യൂട്ടർ നോളജ് ക്വാളിഫയിങ് നേച്ചർ ആണ്. 20 ക്വസ്റ്റ്യൻ 60 മാർക്കാണ്. 15 മിനിറ്റ്സ് ആണ് ടൈം പറയുന്നത്. ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത് 1 ഡേറ്റ എൻട്രി ടാസ്ക് ആണ്. അതിൽ മാർക്സ് പറയുന്നില്ല. ക്വാളിഫയിങ് നേച്ചർ ആണ്. 15 മിനിറ്റ്സ് ആണ് ടൈം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടയർ 1 ടയർ 2നെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ SSC CGL നടത്തുന്ന ഈ ഒരു എക്സാമിനേഷനിൽ ടയർ 1 ടയർ 2 ക്ലിയർ ചെയ്യുന്ന ഒരാളെ എന്ത് ചെയ്യപ്പെടും, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അതൊരിക്കലും നമ്മുടെ ബാക്കി ഫോഴ്സിൽ ഉള്ള പോലെ ജമ്പിങ്ങോ കാര്യങ്ങളോ റണ്ണിങ്ങോ ഒന്നും വരുന്നില്ല. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണോ എന്നുള്ളത് മാത്രമായിരിക്കും അതിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് SSC CGL വഴിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവാനുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആഗ്രഹം ഉള്ളവർ ഒരുപാട് പേര് കാണും. പക്ഷേ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നറിയാതെ ആയിരിക്കും കുറേ പേര് എന്ത് ചെയ്യുന്നത്, സ്റ്റക്കായി നിൽക്കുന്നത്. നിങ്ങൾ ഒരിക്കലും മടിക്കണ്ട, നിങ്ങളെ ലൈഫ് ഇതിൽ കൂടെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യപ്പെടും. സോ നമ്മുടെ എജുബി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ SSC CGLന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏപ്രിൽ 13 വരുന്നത്. 7,500 ആണ് ഫീസ് വരുന്നത്. പേഴ്സണൽ ട്രെയിനിങ്, ഡെയിലി സെഷൻസ് വരുന്നുണ്ട്, വീക്ക്ലി സെഷൻസ് ഉണ്ട്, 1:1 ഇൻട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ താല്പര്യമുള്ളവൻ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ബ്രാഞ്ച് വരുന്നത് തമ്പാനൂർ നെയ്യാറ്റിൻകരയാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആരും തന്നെ മടിച്ചു നിൽക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി, നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.